السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الحمد لله. തൻസീൽ ഖുർആൻ പാരായണ ഓൺലൈൻ കോഴ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലെ 25, 26, 27 എന്നീ 3 ആയത്തുകളാണ്. ആദ്യം നമുക്കതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം. അതിനുശേഷം അതിൽ വരുന്ന പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ മാത്രം നമുക്ക് സൂചിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. ഇനി ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് വയഖൂലൂന മതാ ഹാദൽ വഅദു. മതാ ഹാദൽ വഅദു, താഇൻ്റെ മഖറജ് ശ്രദ്ധിക്കണം, ലൈറ്റായിട്ടുള്ള അക്ഷരമാണ്. അതുപോലെ ഹാദൽ വഅദു എന്ന് പറയുമ്പോൾ വഅദു എന്ന് പറയരുത്, ഐനിനെ വഅദു എന്ന് പറയരുത്, രണ്ടിൻ്റെയും ഇടയിൽ വഅദു. മതാ ഹാദൽ വഅദു. അതുപോലെ ഇൻ കുൻതും എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്, അഥവാ ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതുപോലെ കുൻതും എന്ന് പറയുമ്പോഴും അവിടെയും ഇഖ്ഫ ആണ്, സുക്കൂനുള്ള നൂനിന് ശേഷം താ വരുമ്പോൾ അവിടെയും ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്, മൂക്ക് കൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതുപോലെ കുൻതും സാദിഖീൻ. കുൻതും എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം സ്വാദ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇദ്ഹാറാണ്, ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ويقولون متى هذا الوعد إن كنتم صادقين إن كنتم صادقين. അതുപോലെ ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഇവിടെ ഇന്നമൽ ഇൽമു എന്ന് പറയുമ്പോൾ നൂനിന് ഷദ്ദുള്ള അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ നൂനിന് ഷദ്ദുള്ളത് കൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ് ഇന്നമൽ ഇൽമു. പിന്നെ അതുപോലെ ഇൻദല്ലാഹി എന്ന് പറയുമ്പോൾ സുക്കൂണിലെ നൂനിന് ശേഷം ദാൽ വന്നതുകൊണ്ട് അവിടെ ഇഖ്ഫ ആണ് നിയമം, ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇൻദല്ലാഹി, ആ നൂനിനെ മറക്കുക, ഇൻദല്ലാഹി. അതുപോലെ വ ഇന്നമ എന്ന് പറയുമ്പോഴും ഇവിടെയൊക്കെ ഹംസിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഖുൽ ഇന്നമൽ ഇൽമു എന്നുള്ളിടത്തും വ ഇന്നമ, അത് ഖുൽ ഇന്നമൽ എന്ന് കൂട്ടി എഴുതുമ്പോൾ ഖുൽ ഇന്നമൽ എന്നാവരുത്, ഖുൽ ഇന്നമൽ ഇൽമു എന്ന് വ്യക്തമായിട്ട് കേൾക്കണം. അതുപോലെ ഇവിടേക്ക് വരുമ്പോൾ വ ഇന്നമ അന നദീറു മുബീൻ, ഇവിടെയും നൂനിന് ഷദ്ദുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ ഇന്നമ അന, അവിടെ മീം മദ്ദക്ഷരത്തിന് ശേഷം, അതായത് ഇവിടെ അലിഫിന് ശേഷം ഹംസ് മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിൽ വന്നതുകൊണ്ട് അവിടുത്തെ മദ്ദിന് പറയുന്ന പേരാണ് മദ് മുൻഫസിൽ എന്ന് പറയുക, അഥവാ 7 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട സ്ഥലമാണ്. അതിൻ്റെ നിയമം ഹുക്മ് എന്ന് പറയുന്നത് അത് അനുവദനീയമാണ്, ജായിസാണ്, നിർബന്ധമില്ല, നീട്ടാതിരിക്കാം. അതുപോലെ അന നദീറു മുബീൻ എന്ന് പറയുമ്പോൾ അന എന്നുള്ളത് നീട്ടാൻ പാടില്ല, അത് നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നൂനിന് ശേഷമുള്ള അലിഫിലൊരു ചിഹ്നം ഇട്ടിട്ടുള്ളത്. അതുപോലെ നദീറും മുബീൻ, ഇവിടെ തൻവീന് ശേഷം മീമു വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ്, മണിക്കലോട് കൂടെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ആ തൻവീനിനെ ലയിപ്പിക്കുകയാണ് വേണ്ടത്. നദീറും മുബീൻ. അതുപോലെ മുബീൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മദ്ദാണ് മദ് ആരിദ്, അഥവാ വഖഫിൽ വരുന്ന മദ്ദാണ്. 6 ഹർക്കത്തിൻ്റെ ഖദർ വരെ നീട്ടാവുന്ന സ്ഥലമാണ് മദ് ആരിദ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ ഫലമ്മ റഅൗഹു. ഫലമ്മ, ഇവിടെയും മീമിന് ഷദ്ദ് വരുന്നുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് മണിക്കേണ്ട സ്ഥലമാണ്. മീമിനും നൂനിനും ഷദ്ദ് വരുമ്പോഴൊക്കെ നന്നായിട്ട് മണിക്കേണ്ട സ്ഥലങ്ങളാണ്. അതുപോലെ റഅൗഹു എന്ന് പറയുമ്പോൾ റാഇൻ്റെ മഖറജ് ശ്രദ്ധിക്കുക, റഅൗഹു. അതുപോലെ സുൽഫതൻ സീഅത്ത് എന്ന് പറയുമ്പോൾ തെൻവീനിന് ശേഷം സീന് വരുന്നു, അപ്പോൾ അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്, ആ തെൻവീനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതുപോലെ സീഅത്ത് എന്ന് പറയുമ്പോൾ
അവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് ഒരേ പദത്തിൽ തന്നെ വന്നത്, അതേ പദത്തിൽ തന്നെ വന്നതുകൊണ്ട് അവിടുത്തെ മദ്ദിന് പറയുന്ന പേര് മദ് മുത്തസിലി എന്നാണ്. 7 ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടേണ്ട സ്ഥലമാണ് സീഅത്ത് എന്നുള്ള സ്ഥലം. അതുപോലെ സീഅത്ത് എന്ന് പറയുമ്പോൾ ആ താ പറയുമ്പോൾ അവസാന സുക്കൂനുള്ള താ അതിനെ പറയുമ്പോൾ അവസാനം ചെറിയൊരു കാറ്റ് പുറത്തേക്ക് പോകണം. സീഅത്ത് സീഅത്ത് എന്നാണ് ഓതേണ്ടത്. അതുപോലെ ഉജൂഹുല്ലദീന കഫറു വഖീല ഹാദല്ലദീ കുൻതും എന്ന് പറയുമ്പോഴും അവിടെ ഇഖ്ഫ ആണ് നിയമം. സുക്കൂണിലെ നൂന് ശേഷം താ വന്നുകൊണ്ട് ഇഖ്ഫ ആണ്. അതുപോലെ കുൻതും ബിഹി സുക്കൂണുള്ള മീമിന് ശേഷം ബ വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. അത് മീമിൽ വരുന്ന സാക്കിനായ മീമിൻ്റെ നിയമത്തിൽ വരുന്ന നിയമമാണത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. അവിടെയും ആ മീമിനെ മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. കുൻതും ബിഹി എന്നാണ് ഓതേണ്ടത്. അതുപോലെ ബിഹി തദ്ദഊൻ എന്ന് ഓതേണ്ടത് ആ താഇനെ ലൈറ്റായിട്ട് തദ്ദഊൻ എന്നാണ് ഓതേണ്ടത്. ഇവിടെ അവസാനം വരുന്ന മദ് ആയറിൽ നിന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകൾ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവസാനമായിട്ട് ഈ 3 ആയത്തുകൾ ഒന്നുകൂടെ പാരായണം ചെയ്യാം. അതിനുശേഷം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാം ഈ കേട്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.